നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷമെടുക്കും. അങ്ങനെ 12 രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. 12 വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ പലപ്പോഴും വക്രിയായി പിറകോട്ട് സഞ്ചരിക്കാറുണ്ട്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രത കഴിഞ്ഞു. എന്നാൽ വളരെ വിശേഷപ്പെട്ട മറ്റൊരു യോഗം കൂടി വ്യാഴം നമുക്ക് കാഴ്ചവെക്കുകയാണ്. വ്യാഴമിതാ അതിചാരത്തിൽ വരികയാണ്. കർക്കിടകൻ രാശിയിലേക്ക്, തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ്. ഇതിന് അതിചാരം എന്നാണ് പറയുക. ഒരു ഗ്രഹം വക്രിയായി വരുമ്പോഴും അതിചാരത്തിൽ വരുമ്പോഴും അത് പ്രവേശിക്കുന്ന രാശിക്ക് ഫലമുണ്ടാക്കുന്നു. പലപ്പോഴും പഴയ രാശിയുടെ ഫലം നിലനിർത്തുകയും ചെയ്യുമെന്നും ആചാര്യർ വിധി എഴുതുന്നു. വക്രേ വാപ്യഭിചാരേ വാക്യപ്രമേണ ഗതോ ഗുരുഹു ഫലം പൂർവഗൃഹേഷൂക്തം നീചേ വാരിഗൃഹേപി വാ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു ഗ്രഹം വക്രിയായി നിൽക്കുമ്പോഴും അതിചാരത്തിൽ നിൽക്കുമ്പോഴും പൂർവഗ്രഹം, ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ ഫലം തന്നെയാണ് തരിക. അതിന് പുറമേ ആ വ്യാഴം ഏത് രാശിയിലേക്കാണോ വരുന്നത് ആ രാശിയുടെ ഫലവും പ്രദാനം ചെയ്യും. അത് മേൽപ്പറഞ്ഞ ഗ്രഹം നീചത്തിലായാലും ശത്രുക്ഷേത്രത്തിലായാലും ഫലം നല്ലതായിരിക്കുമെന്ന് ഇവിടെ ആചാര്യൻ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വ്യാഴം ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് ഉള്ളത്. ആ വ്യാഴം ഇനി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴം കർക്കിടകത്തിൽ 49 ദിനങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ 49 ദിനങ്ങൾ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ശോഭനമായ ഫലത്തെ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക്, മിഥുനം രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, തുലാം രാശിക്കാർക്ക്, വൃശ്ചികം രാശിക്കാർക്ക്, മകരം രാശിക്കാർക്ക്, മീനം രാശിക്കാർക്കും. മേൽപ്പറഞ്ഞ രാശിക്കെല്ലാം തന്നെ ഈ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഒരു നല്ല മാറ്റമാണ്. 49 ദിനങ്ങൾ വ്യാഴം അപ്രകാരം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്നു. കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ചാന്ദ്രേ രത്നസുത സ്വദാരവിഭവ പ്രജ്ഞാസുഖൈരന്വിത. വളരെ നല്ലൊരു ഫലമാണ്. കർക്കിടകം 5 വ്യാഴൻ്റെ അത്യുച്ച പൊസിഷൻ. അപ്രകാരം മകരം 5 അതിനീച സ്ഥിതിയും. അപ്പം ചാന്ദ്രേ രത്നസുത, വിശിഷ്ടങ്ങളായ സന്താനങ്ങളെ ലഭിക്കും. സ്വദാരവിഭവ, എല്ലാ ഭാര്യ സുഖങ്ങളും സ്വത്തും വിഭവങ്ങളൊക്കെ അനുഭവിക്കുക. അല്ലെങ്കിൽ സുദാര വിഭവ, നല്ല ഭാര്യ, നല്ല വിഭവങ്ങൾ എന്നിവ അനുഭവിക്കുക എന്ന അർത്ഥത്തിലും പല സ്ഥലത്തും വ്യാഖ്യാനിച്ച് കാണുന്നു. പ്രജ്ഞാസുഖൈ, ബൗദ്ധിക തലത്തിൽ പൂർണ്ണത ലഭിക്കുക. ഈ സുഖങ്ങളെല്ലാം ലഭിക്കും. ബൗദ്ധിക സുഖം, ഫാമിലി സുഖം, നല്ല സന്താന സുഖം, ഇതൊക്കെ കൊണ്ട് ഭാഗ്യവാനാകും കർക്കിടകത്തിലെ വ്യാഴം എന്നാണ് ആചാര്യൻ പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വ്യാഴത്തിൻ്റെ ചരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും, ഏതെല്ലാം രാശിക്കാർക്ക് എന്ന് ചിന്തിക്കാം. ഇവിടെ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലമാണ് നാം നിരൂപണം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിക്കാർക്ക് വ്യാഴം അവരുടെ ഭാഗ്യാധിപനാണ്. അതിനു പുറമെ അവരുടെ വൈകല്യങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഭാവവും കൂടിയാണ്. വ്യാഴം മിഥുനൻ രാശിയിൽ വന്നത് മുതൽ ജ്യോതിശാസ്ത്രപ്രകാരം അത്ര നല്ല ഒരു സ്ഥാനത്തല്ല നിൽക്കുന്നത്, 3-ാം ഭാവത്തിലാണ്. ഈ 3-ാം ഭാവത്തിലുള്ള വ്യാഴമാണ് ഉച്ചരാശിയിലേക്ക് 4-ാം ഭാവത്തിലേക്ക് വരുന്നത്. 4-ാം ഭാവം പലപ്പോഴും മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും. എങ്കിലും 3-ാം ഭാവത്തെക്കാളും ഈ വ്യാഴം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ഗൃഹദ്വാരത ശ്രൂയതേ വാചികേഷ ദ്വിജോച്ചാരിതോ വേദഘോഷോപി തദ്വൽ പ്രതിസ്പർദ്ധിന
പാരിചര്യം കുര്യാത് ചതുർത്ഥേ ഗുരു തത്വമന്തർമനശ്ച. കുതിരയുടെ കൊളമ്പടി തൻ്റെ വീട്ടിൽ കേൾക്കുമെന്നാണ് പറയുന്നത്. അപ്രകാരം തന്നെ ബ്രാഹ്മണൻ്റെ ശബ്ദം തൻ്റെ ഗൃഹത്തിൻ്റെ അടുത്തു നിന്നും മുഴങ്ങിക്കേൾക്കുമെന്ന് പറയുന്നു. പലർക്കും പുത്തൻ വീടെടുക്കാം, അല്ലെങ്കിൽ വീട് ദേവാലയവുമായിട്ട് ബന്ധപ്പെടുന്ന സങ്കേതങ്ങളിൽ താൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വീട് ലഭിക്കാനുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഈ 49 ദിവസക്കാലം മേടൻ രാശിക്കാർക്ക് സമാഗതമാകുന്നതാണ്. പ്രതിസ്പർദ്ധിന അസ്യ പാരിചര്യം കുര്യാത്. തൻ്റെ ശത്രുക്കൾ, തന്നെ ഇതുവരെ വിമർശിച്ച വ്യക്തികൾ തൻ്റെ അടുത്ത് വന്ന് തൻ്റെ പരിചാരകന്മാരാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വിദ്വേഷബുദ്ധി പുലർത്തിയവരൊക്കെ തന്നെ നല്ല മനസ്സോടുകൂടി തൻ്റെ അടുത്ത് വന്ന് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, തന്നോട് സഹകരിക്കുക മുതലായ വലിയ ഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് മേടൻ രാശിക്കാർക്ക് വരും. അന്തർമനഃ, മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ നീറ്റൽ അനുഭവിക്കും. അതിനാൽ പലപ്പോഴും മാനസികമായ അസ്വസ്ഥതകൾ വരും. കാരണം 4-ാം ഭാവം സുഖമാണ്. ഇവിടെയും വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുകളിൽ ചൊല്ലിയത് ചമത്കാര ചിന്താമണിയിലെ പാഠഭാഗമാണ്. 4-ാം ഭാവത്തിൽ വ്യാഴം വന്നാലുള്ള ഫലം. ഇനി ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ്? സുഖി എന്നാണ്. സുഖം അസ്യ അസ്ഥിതി സുഖി. ഈ വ്യക്തി നല്ല സുഖിമാനായിത്തീരും. പക്ഷെ പലപ്പോഴും വ്യാഴം ആത്മീയമായ സുഖത്തെയാണ് പ്രദാനം ചെയ്യുക. ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം. ശുക്രൻ ഭൗതിക സുഖത്തെ പ്രദാനം ചെയ്യുമ്പോൾ വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യും. എന്നിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ കാലം ഈ 3-ാം ഭാവത്തിലുള്ള വ്യാഴത്തെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് ഈ 4-ാം ഭാവത്തിൽ 49 ദിവസം നിൽക്കുന്ന വ്യാഴമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. മേടൻ രാശിക്കാർക്ക് ഈ വ്യാഴം നല്ല നന്മകൾ പ്രദാനം ചെയ്യട്ടെ. ഇത് ഭാഗ്യാധിപനാണ് വ്യാഴം. ഇതെങ്ങനെ ഭാഗ്യാധിപനായ വ്യാഴം പ്രദാനം ചെയ്യും നന്മകൾ? പൂർവികമായ പിതാവിൻ്റെ സ്വത്ത് ലഭിക്കുക, അല്ലെങ്കിൽ പൈതൃകമായ ധനം ലഭിക്കുക, അപ്രകാരം തന്നെ ധർമ്മദൈവ പ്രീതി ചെയ്യുവാൻ കഴിയുക. 4-ാം ഇടം ധർമ്മദൈവ സങ്കേതങ്ങളാണ്. അതിനാൽ ധർമ്മദൈവ പ്രീതി ചെയ്ത് ധർമ്മദൈവങ്ങൾക്ക് വളരെയധികം ഉണർവോടുകൂടി ജാഗ്രതയോടുകൂടി അവിടെ എല്ലാ കാര്യങ്ങളും നിസ്വാർത്ഥമായി ചെയ്യുമ്പോൾ തനിക്ക് എന്ത് ലഭിക്കും? ആ ധർമ്മദൈവത്തിൽ നിന്നും തനിക്ക് അനുഗ്രഹം ലഭിക്കും. അത് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. പിന്നീട് വ്യാഴം 12-ാം ഭാവാധിപനാണ്, വൈകല്യവാനാണ്. 4-ാം ഭാവം എന്നാൽ നിങ്ങളുടെ ഹൃദയമാണ്. ഈ 49 ദിവസക്കാലം വളരെയധികം ശ്രദ്ധിക്കണം മേടൻ രാശിക്കാർ. നെഞ്ചത്ത് കഫസംബന്ധമായ ബുദ്ധിമുട്ട് വരിക, ന്യൂമോണിയ വരിക, കഫം കല്ലിച്ച് ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരും. അതൊക്കെ മേടൻ രാശിക്കാർ ശ്രദ്ധിക്കണം. എങ്കിലും ധർമ്മദൈവ പ്രീതിക്കും തനിക്ക് ആത്മീയമായ സുഖത്തിനും സ്വസ്ഥതക്കും വളരെയധികം മാറ്റങ്ങൾ മേടൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യും. നന്ദി, നമസ്തേ.